ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ ഈ ഒരു വിഷയം ഇതിനകത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വ്യക്തിയുടെ പൂർവ്വകാല ചരിത്രം, അവരുടെ പ്രണയബന്ധങ്ങൾ, അവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കാരണം അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് വിടാനാണ് എനിക്ക് താല്പര്യം. എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന വ്യക്തി ഫസ്മിന സാക്കീർ എന്ന് പറയുന്ന വ്യക്തി അവരെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂട്ടം ചുറ്റും ഒരു കൂട്ടം ആൾക്കാർ വിളിക്കുന്നത് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുന്നു, വളരെ വിനയപുരസ്സരം ചോദിക്കുന്നു, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആൾക്കാർക്ക് ചില കടമകളൊക്കെ ഇല്ലേ? അതിനകത്ത് ഈ ബെറ്റിംഗ് ആപ്പ് പോലുള്ള മറ്റുള്ള പല തരത്തിലുള്ള ആപ്പുകൾ, ആൾക്കാരെ പറ്റിക്കുന്ന ആപ്പുകൾ, ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻസറിൻ്റെ പേരുണ്ടെങ്കിൽ, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഒരുപാട് പേര് ആ ചതിക്കുഴി വീണിട്ടുണ്ട്. ഇവിടെ ഈ കുട്ടിയുടെ ഏറ്റവും മഹനീയമായ ഒരു നിമിഷം കടന്നു പോകാൻ വേണ്ടിയിട്ട് പോകണം. അത് എന്താണെന്നുള്ള കാര്യത്തിൽ കാണിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പോൾ നിക്കാഹ്, കുട്ടിയുടെ നിക്കാഹിന് എല്ലാവിധ അഡ്വാൻസ് ആശംസകളും. നല്ല രീതിയിൽ ജീവിതം അടിപൊളിയായിട്ട് വരട്ടെ. എല്ലാവിധ ആശംസ. ഒന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പണ്ട് നിക്കറിട്ട് നിൽക്കാൻ കഴിക്കേണ്ടി വരും. സോ ഐ തോട്ട് ഐ ഗോട്ട് ഡ്രസ്സ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രസ്സ് എക്സൈറ്റ് കാണിച്ചിട്ടില്ല, പക്ഷേ കുറേ ഡ്രസ്സ് ഇട്ടേണ്ടി വരും. അപ്പോൾ നിക്കാഹിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഫസ്മിന. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആരാധക വൃന്ദത്തിനെ അറിയിക്കുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ കമൻറ്റ് ബോക്സ് ടേൺ ഓഫ് ആണ്. അതെന്താണെന്ന് പിന്നാലെ പറയാം. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. സോ ദിസ് ഇസ് മൈ ഡാഡി ആൻഡ് മമ്മി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പഠിപ്പിച്ചു. എന്താ അറിയില്ല, ഡാഡി ഭയങ്കര കൂളാണ് ഗൈസ്. പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വെയിലാണ്. ദിസ് ഇസ് മൈ ഉള്ളി സിസ്റ്റർ. അപ്പോൾ വെയിലാണ് നിൽക്കാൻ കഴിയണമെന്ന് വെച്ചാൽ ഷാളൊക്കെ ഇട്ട് വമ്പൻ ഷോ കാണിച്ചാണ് പോകുന്നത്. ഏതായാലേ നിൽക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു നാണം. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡിങ്. നിക്കാഹിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു നാണമൊക്കെ വരുന്ന കുട്ടി. അപ്പോൾ ഓക്കെ, ചിലപ്പോൾ നാണം വന്നിട്ടുണ്ടാവാം, പക്ഷേ ഒന്നുമില്ല. കളക്ഷൻസിലെത്തി ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അതിന് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. അത് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സ് ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ട് മമ്മിയുടെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വീടെത്തി ഗൈസ്. അങ്ങനെ ഓക്കെ, ഒത്തിരി പൈസ മുടക്കിയിട്ടാണ് അവർ ഈ ഡ്രസ്സൊക്കെ വാങ്ങുന്നത്. എല്ലാവരുടെയും കല്യാണത്തിന് അത്യാവശ്യം നല്ല പൈസ ആവും. നിങ്ങൾക്കും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സോ ഒത്തിരി പൈസ മുടക്കിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നോട്ട് ദ പോയിന്റ്. ഒരുപാട് കാശ് മുടക്കിയിട്ടുണ്ട്. അത് ക്ഷീണിച്ച് അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം കാണിച്ചാൽ ബയോളജി. അതിനുശേഷം ഈ കൊണവധികാരം കൊണ്ടുവന്നിടത്താണ് പ്രശ്നം. ഈ സ്വന്തം ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കുട്ടി സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പൂർവ്വകാല ചരിത്രത്തിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിന് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല. ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പലർക്കും പല റിലേഷൻഷിപ്സ് ഉണ്ടാവാം, അതിൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവാം, അതൊക്കെ ബ്രേക്കപ്സ് ഉണ്ടാവാം. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പ്രതിഭാസങ്ങളാണ്. അത് മൂവ് ഓൺ ചെയ്യണം. ഓക്കെ, പക്ഷേ അതൊന്നുമല്ലാതെ ഈ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, വീട്ടുകാരെ കുടുംബത്തിനെ എല്ലാം കാണിച്ചിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോ ചെയ്യുന്നു. അതിൽ ഒരു ഉളുപ്പും ഇല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പിൻ്റെ അകത്തുനിന്ന് പൈസ ഏൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബെറ്റിംഗ് ആപ്പ് പോലുള്ള കുറേയധികം ആപ്പുകൾ, പൈസ വെച്ച് കളിക്കുന്ന ആപ്പുകളുടെ പ്രൊമോഷൻ. നിങ്ങൾക്കറിയാമോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ചാനൽ തുടക്കം മുതൽ കാണുന്ന ഫോളോവേഴ്സ് ഉണ്ടാവും, അഥവാ വ്യൂവേഴ്സ് ഉണ്ടാവും. ഞാൻ വളരെ ബഹുമാനത്തോടാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴും അതിങ്ങനെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ വളരെ, എൻ്റെ ആദ്യകാല സബ്സ്ക്രൈബേഴ്സ് വരെ ഇപ്പോഴും എൻ്റെ ചാനൽ കാണാറുണ്ട്, പല സമയങ്ങളിൽ കാണാറുണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. തുടക്കം മുതൽ എൻ്റെ കൂടെ ഉള്ളവർ. നിങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റത്തില്ല എൻ്റെ ചാനൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. എനിക്കിപ്പോഴും വരുന്നുണ്ട് ഒരുപാട്. എത്ര രൂപയാണ് നിങ്ങൾ പറയൂ, നിങ്ങൾ പറയുന്ന പൈസ തരാം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി പോലും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈസ, നല്ല രീതിയിൽ പൈസ കിട്ടും. ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഇതിൻ്റെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ബെറ്റിംഗ് ആപ്പ് പോലുള്ള ആ സംഭവം നിങ്ങൾ ചിന്തിക്കുന്ന പൈസയൊന്നുമല്ല. ഏറ്റവും കുറഞ്ഞത്, അവർ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ വെച്ച് കുറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഓരോ വീഡിയോയ്ക്കകത്ത് ലക്ഷങ്ങൾ വാങ്ങാം. അങ്ങനെയുള്ള തരത്തിലേക്ക് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്നിലധികം പ്രൊമോഷൻ. ഓക്കെ, എന്തെങ്കിലായിക്കോട്ടെ. അതായത് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന പരിപാടി. അതിൽ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കും. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം പൈസ മുടക്കി നിങ്ങൾ അതിനകത്ത് കുഴിക്കകത്താക്കുന്ന പരിപാടി. ഈ പരിപാടി ഇവിടെ കാണിച്ചു. അത് ഈ കുട്ടി ഇവിടെ കൊണ്ട് നിർത്തിയതാണോ? അല്ല, ഇത് മറ്റൊരു വീഡിയോ ആണ്, കാണാം. അപ്പോൾ ഞാനും എൻ്റെ ലല്ലൂമ്പി കൂടെ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. വേറെ അങ്ങോട്ടല്ല, മൂന്നാറിലോട്ടാണ്. അപ്പം മാപ്പിൽ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഫുൾ ടാങ്ക്. ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ഇതിൻ്റെ കുറച്ച് ഇതിൻ്റെ തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. അത് ഇച്ചിരി പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് തൊട്ടിട്ടില്ല. പക്ഷേ അതിനുശേഷം ഇവരിറക്കിയ വീഡിയോ ആണ് ഇത്. അവരുടെ യാത്ര
പെട്രോളൊക്കെ അടിച്ച് പോവുകയാണ്. രാത്രിയാണ് ഇറങ്ങിയത്. ലല്ലു ചായ അല്ല, പെട്രോൾ അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും എനിക്കൊന്നും അറിയത്തില്ല. പെട്രോൾ അടിക്കണം, ഡീസൽ അടിക്കണം, അല്ല ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ ഇലക്ട്രിസിറ്റി അതിനകത്ത് ഫില്ല് ചെയ്യണം. സോ അതുകൊണ്ട് പെട്രോൾ അടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഗുഡ്. കാരണം ഈ ചായ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞങ്ങൾ രാവിലെ അവിടെ എത്തി തലയിൽ കുറേ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ച് പോയി. ഇതാണ് ഞങ്ങൾ സ്റ്റേ അടിച്ച സ്ഥലം. ഇത് വാഗമണിൻ്റെ ഓക്കെ. അവർ സ്റ്റേ അടിച്ച സ്ഥലങ്ങളും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നു. നല്ലതാണ്. ഓക്കെ. തന്നെ വരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേ ആണ്. പക്ഷേ കുറച്ച് പൈസ കാണും. പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയാം. അങ്ങനെ ഞങ്ങൾ കറങ്ങാനൊക്കെ കുറേ സ്ഥലത്ത് പോയി. പിന്നെ ഞാൻ ലല്ലുവിനെ വെറുതെ ഇരുന്ന് ചൊറിഞ്ഞു. ലല്ലുവിനെ ഇടങ്ങാറാക്കി പാവും. അപ്പോൾ ഞാൻ ഗെയിം വെച്ചാണ് പൈസ ഉണ്ടാക്കി. ഇതാ അടുത്ത് അതിൻ്റെ ഇടയിൽ ഗുണോധികാരം. അടുത്ത നെക്സ്റ്റ്, അതായത് സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ കൂടെ ഉള്ളപ്പോൾ, അച്ഛനമ്മമാർ കൂടെ ഉള്ളപ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ടവൻ കൂടെ ഉള്ളപ്പോൾ അത് അവരെല്ലാവരുടെയും മുഖവും അവരെയും എടുത്തിട്ട് ഉപയോഗിച്ച് അവരെയും കൂടെ കാണിച്ചിട്ട് അതിൽ നിന്ന് ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ ഇച്ചിരിയൊന്നും അല്ല മോളെ ഉളുപ്പ് വേണ്ടത്. ഇച്ചിരിയൊന്നും ഉളുപ്പ് പോരാ. അതിന് തൊലിക്കെട്ടി, അപാര തൊലിക്കെട്ടി തന്നെ വേണം. അതിന് മഹത്തായ തൊലിക്കെട്ടി തന്നെ വേണം. എങ്ങനെ കഴിയുന്നത്? ഈ കാണുന്ന ആൾക്കാർ, നിങ്ങൾ ഈ പറയുന്നതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാർ ഇതെല്ലാം കണ്ടിട്ട് ഈ പറയുന്ന കമ്പനികളുടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള പൈസ വീട്ടുകാർ അറിഞ്ഞോ അറിയാതെയൊക്കെ കഷ്ടപ്പെടുന്ന പൈസ, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്, ശ്രദ്ധിച്ചേക്കണം, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്, അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് പോലല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ കാശ് അവിടെ നിന്നും അവർ ഇതുപോലെ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് കളിക്കും. ആദ്യം അവരുടെ തലമണ്ടയ്ക്ക് ഇട്ട് അടി കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന ഉടനെ തന്നെ കേട്ടിട്ട് കേട്ടവാതി കേൾക്കാത്തവാതി കൊണ്ട് പൈസ ഇടുന്നവൻ്റെ തലമണ്ടയ്ക്ക് ആദ്യം അടി കൊടുക്കണം. എന്നാലും ഈ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞ് അതിനകത്ത് കൊണ്ട് പൈസ മുടക്കി ആ ആൾക്കാരെ മൂഞ്ചിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ മോളെ, ഇതെല്ലാം ചെയ്തതിന് ശേഷം സുന്ദരമായ കല്യാണം കഴിക്കാം, സുന്ദരമായ പൈസ ഉണ്ടാക്കി എന്നുള്ള ഇതുപോലെ ഒരു വീഡിയോ അല്ല കേട്ടോ. ഈ കുട്ടിയുടെ അക്കൗണ്ടിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. കഴിഞ്ഞില്ല, ഇനി ഒരെണ്ണം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഞാൻ തലേന്ന് പാക്ക് ചെയ്ത പെട്ടിയാണ്. പെട്ടി പാക്ക് ചെയ്ത് തീർക്കാനുള്ള മനസ്സുണ്ടായില്ല. ക്ഷമ ഉണ്ടായില്ല. അത് ഞാൻ രാവിലെ എനിക്ക് പെട്ടി പാക്ക് ചെയ്ത് ഷിവിൽ വെച്ച് ചായ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീടെത്തിയപ്പോഴത്തേക്കും രാത്രിയായി. എറണാകുളത്ത് നിന്ന് തൊടുപുഴ എത്രയാണ് ഗൈസ്. അത് ഞാൻ കാണുന്ന റുക്സ പഠിക്കുന്ന ദൃശ്യമാണ്. അവളെങ്കിലും പഠിക്കട്ടെ. അപ്പോൾ ഞാൻ വെച്ചാൽ ചായ വെച്ച് കൊടുക്കാമെന്ന്. കുറേ നാൾക്ക് ശേഷം വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ചായ വെച്ച് കൊടുത്ത് സ്വന്തം സഹോദരിക്ക് വളരെയധികം സ്നേഹത്തോടുകൂടി ചായയൊക്കെ ഇട്ട് കൊടുക്കുന്ന സഹോദരി, ചേച്ചി. ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഇത് നല്ലൊരു ഇതാണ്. ഷി വാസ് വെരി ഹാപ്പി. ചായ ഓൾ ദ വേ ഫ്രം കിച്ചൺ ടു ഹർ. അത് അർമാൻ്റെ ബർത്ത്ഡേ. അല്ലാതെ ചായ ഓൾ ദ വേ ഫ്രം കിച്ചൺ ടു ഹർ എന്ന് പറയുന്നത് അല്ലാതെ നമ്മളെല്ലാവരും ഈ ചായ എന്ന് പറയുന്ന സാധനം കക്കൂസിൽ നിന്നാണല്ലോ കൊണ്ടു കൊടുക്കാറുള്ളത്. സാധാരണ ആൾക്കാരൊക്കെ കക്കൂസിൽ നിന്നാണ് ചായ കൊണ്ടു കൊടുക്കാറുള്ളത്. ഇത് മറ്റേ കിച്ചണിൽ നിന്നാണ്. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, എത്താൻ പറ്റത്തോണ്ട് ഇന്ന് അവന് വേണ്ട ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. എന്താ അവൻ്റെ ജാട. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കൊടുത്തു. ഐ വാസ് വെരി ഹാപ്പി. ഞാൻ കുറേ നാളായി ടോയ്സ് ഒക്കെ വാങ്ങണമെന്ന് പറയുന്നത്. എന്ന് എന്നോട് പറയും ഇതൊക്കെ വാങ്ങിച്ചു താന്ന്. ലാസ്റ്റിന് കുറേ ഉമ്മയൊക്കെ കിട്ടി. എന്നാലും നിങ്ങൾ ബില്ല് കാണണം ഗൈസ്. ഇത്രയും ടോയ്സിന് 9,000 രൂപ. അതിനകത്തൊരു കുഞ്ഞിനെയും കൂടെ വെച്ച് ആ ഒരു കൊച്ചിനെയും കൂടെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നല്ല 2 കുട്ടികളുള്ളതാണ്. ഞാൻ എന്തായാലും കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഉളുപ്പ് ഇച്ചിരിയൊന്നും പോരാ. ആ കുട്ടിയുടെയും കൂടെ മുഖവും എല്ലാം കാണിച്ചിട്ടാണ് ഓരോ വീഡിയോയ്ക്കകത്ത് ഓരോ ഇമോഷൻസ് എന്ന് വെച്ചാൽ വീട്ടുകാർ, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഏറ്റവും സ്നേഹത്തിലിരിക്കുന്ന ആൾക്കാർ, അവരെല്ലാവരും കാണിച്ചുകൊണ്ടും പൈസ ഉണ്ടാക്കുന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഒരുപാട് പൈസയായി ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോൾ. അല്ലാതെ നമ്മുടെ ഈ കുട്ടികൾ കൊടുക്കുന്ന ടോയ്സിനൊന്നും അത്ര പൈസ ആവത്തില്ലല്ലോ, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ ബാക്കിയുള്ളവർക്ക്. പക്ഷേ ഫോട്ടോ കൊണ്ട് സന്തോഷമല്ലേ, അതല്ലേ നമുക്ക് വലുത്. അപ്പോൾ ഇതിനെല്ലാം പൈസ ഗെയിം വെച്ചിട്ടാണ് എൻ്റെ ഭയങ്കര തിരങ്കാന്ന് ലിങ്ക്. കണ്ട എന്ത് പറയാനാണ്, എൻ്റെ വായിൽ നല്ല തെറിയ വരുന്ന, നല്ല പാച്ച തെറി. ഈ തെരുവിളക്കിൻ്റെ മുന്നിൽ പോയിരുന്ന് പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാവണമെന്ന് പറയുന്നില്ല. മറ്റേ നരനെ പോലെ വെള്ളത്തിൽ നീന്തി പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എത്രമാത്രം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആൾക്കാർ, ഒരു 500 രൂപയ്ക്കും 1000 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് അന്ത്യോളം പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പണിയെടുക്കാതെ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട അല്ലെങ്കിൽ ആൾക്കാരുടെ പറ്റിക്കുന്ന തരത്തിലുള്ള ആപ്പുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ച് ഒരു ഉളുപ്പില്ലാതെ സ്വന്തം വീട്ടുകാരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി, കൊച്ചു കുട്ടികളെ ഉൾപ്പെടുത്തി പൈസ ഉണ്ടാക്കാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ. ഫസ്മിന, നിങ്ങളൊരു വിവാഹത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ലേഡിയല്ലേ. ഞാൻ വേറെ ഒന്നും കൊണ്ട് ചോദിക്കുന്നത് വിചാരിക്കരുത്. നിങ്ങൾ ഈ വിവാഹത്തിലേക്ക് കടന്നു പോകുന്നു. നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞൊക്കെ ജനിച്ച് ആ കുട്ടിയെ നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ അടുത്ത പ്രൊമോഷൻ ചെയ്യുമായിരിക്കും, മേ ബി, അല്ലേ? ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല, അല്ലേ? അങ്ങനെ ആയിരിക്കാം. അതായത് ആരെ വിറ്റും പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണെന്ന് എനിക്ക് തോന്നി. അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വെറുപ്പോ ഒരു ദേഷ്യമോ ഒക്കെ തോന്നുവാണെങ്കിൽ ഞാനതാ പറഞ്ഞത്. മറ്റുള്ള എല്ലാ ആൾക്കാരും നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്തുള്ള കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊന്നും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഐ എം നോട്ട് എ 100% പെർഫെക്റ്റ് പേഴ്സൺ. 100% പെർഫെക്റ്റ് അല്ലല്ലോ ആരും.
അതുകൊണ്ട് അങ്ങനൊരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനകത്തൊന്നും ബോധർ ചെയ്യുന്നില്ല. ബട്ട് ഇത് ഇച്ചിരി ഒന്ന് ഉളുപ്പ് പോരാ. ഇങ്ങനെ വന്നിരുന്നുണ്ട് തുടക്കത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തു അത് ചെയ്തു ഇങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ പൈസ ഉണ്ടാക്കിയത് ഇതിലൂടെയാണെന്നൊക്കെ പറയുന്നില്ലേ. നിങ്ങൾക്ക് എന്നിട്ട് ഇവരുടെ ഐഡിയയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ 100 കണക്കിന് ഒരുപാട് വീഡിയോസ് കാണാം. അതിനകത്തെല്ലാം കമൻറ്റ് ബോക്സ് ടേൺ ഓഫ് ആണ്. എന്തിനാണ് ഈ കമൻറ്റ് ബോക്സ് ടേൺ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? അതായത് ആൾക്കാരെ പറ്റിക്കുന്നു, പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നു, അതിൻ്റെ അകത്ത് കമൻസ് ഒന്നും വേണ്ട. ഇപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വീഡിയോയുടെ താഴെ പോലും കാണുന്നുണ്ട്. ഇനി എന്താണ് കരഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നത്? അതായത് ഇവരുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺസിനെ വരെ വച്ച് അവർ ആൾക്കാരുടെ മുമ്പിൽ അത് വെച്ച് ഇവരും കരഞ്ഞിട്ട് ഈ പറഞ്ഞ ആപ്പിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ടീമാണ്. ചില്ലറ ഉളുപ്പൊന്നും പോരാ, ചില്ലറ ഉളുപ്പ് പോരാ. ഇതിനെയൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ താഴെ ഇവർ ഈ പറയുന്നതെല്ലാം കണ്ടിട്ട് ഇവർക്ക് ജയ് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇവർ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് പൈസ മുടക്കിയിട്ട് ഈ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രാന്തിമാരെ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വല്ല ഊളംപാറയിൽ പോകേണ്ട ആൾക്കാരാണ്. കാരണം ഇവരൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാതെ ചില്ലറ ഉളുപ്പൊന്നും ഇല്ലാത്ത ഒരു ഉളുപ്പും ഇല്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്നിരുന്ന് പറയുമ്പോൾ അതിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ആലോചിക്കുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്കാമാണ്. ഇതിനകത്ത് നിങ്ങളുടെ പൈസ തീർച്ചയായിട്ടും പോകും. അതിനപ്പുറത്തെ ലക്ഷക്കണക്കിന്, അതായത് 10 ലക്ഷത്തിലധികം പോലും ഇങ്ങനെയൊക്കെയുള്ള പൈസ ഓരോ ഇൻഫ്ലുവൻസർമാർ പറഞ്ഞ് ഇങ്ങനെ കേട്ട് പൈസ മുടക്കി നശിച്ച ആൾക്കാരുണ്ട്. ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇതുപോലുള്ള ഈ മൂഞ്ചിക്കൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആ മൂഞ്ചിക്കൽ ഇൻഫ്ലുവൻസർമാർ നിങ്ങൾ ആരെങ്കിലും ഈ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കാണുന്ന ഇൻഫ്ലുവൻസർമാരുണ്ടെങ്കിൽ താഴെ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരല്പം റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു പേര് ചുമ്മാ കിട്ടിയെന്നുള്ളേ ഇവർക്ക് അവാർഡൊക്കെ ഉണ്ട്, ഇൻഫ്ലുവൻസറിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളൊന്നും ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അല്ല. ഞാനൊരിക്കലും എന്നെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നവർ പോലും ഞാൻ ഇൻഫ്ലുവൻസർ അല്ല. ഐ എം എ പേഴ്സൺ, ഐ എം എ ഹ്യൂമൻ ബീങ്, ഒരു നോർമൽ പേഴ്സൺ, അത്രേ ഉള്ളൂ. ഒരു നോർമൽ ഓഡിയൻ എന്തെങ്കിലും കാര്യത്തിനകത്ത് ഒരു റിയാക്ട് ചെയ്യുന്ന റെസ്പോൺസ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു റിയാക്ഷൻ്റെ ഒരാളോ അല്ലെങ്കിൽ മറ്റേ വലിയ സംഭവമായിട്ട് യൂട്യൂബറോ ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരൻ. നിങ്ങൾ ഇപ്പോൾ എന്നെ കാണുന്നില്ലേ വ്യൂവേഴ്സ്, അവരെ പോലുള്ള ആൾക്കാരുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് വരുന്ന സാധാരണ കാര്യങ്ങൾ സംസാരിക്കുന്നത് വെറും ഒരു സാധാരണക്കാരൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ തുടക്കകാലത്ത് എൻ്റെ അമ്മയുമായിട്ടുള്ള വീഡിയോസ് അടക്കം കണ്ടിട്ടുള്ള ആൾക്കാർ എൻ്റെ ചാനൽ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു അമ്മയായിട്ടുള്ള വീഡിയോസ് ഒന്ന് ഇടൂ, സ്വന്തം വീടിൻ്റെ അകത്തുള്ളൊരു വീഡിയോ അതൊക്കെ ഇടൂ. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോഴും എനിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. കാരണം നമ്മളെല്ലാത്തിനും ഒരു പരിമിതി എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. പരിമിതിയൊക്കെ വെച്ച് നമ്മൾ പോകുന്നവരാണ്. അല്ല നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ തുറന്ന് കാണിച്ചിട്ട് ഈ പറഞ്ഞ കണക്കിന് ആ ഇമോഷൻസിൻ്റെ അകത്ത് ഇതുപോലുള്ളൊരു ആഡും പ്രൊമോഷനും കൊണ്ടുവന്ന് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി കാണിക്കുന്നവരല്ല. എനിക്ക് ഇഷ്ടംപോലെ പ്രൊമോഷൻസിൻ്റെ ഇത് വരാറുണ്ട്. ഇടയ്ക്കും വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും വന്നു. അങ്ങനെയാണെങ്കിലും നമുക്കും പൈസയ്ക്ക് ആവശ്യമുള്ളവരൊക്കെ തന്നെയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന പല ആൾക്കാരും പോലെ ഒരു വീട് വെച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കടങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വളഞ്ഞ വഴികളെ സ്വീകരിക്കാം. പക്ഷേ എൻ്റെ അപ്പൻ എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. സോ അത്രയേ ഉള്ളൂ. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയെടുത്ത് അവിടുത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. എൻ്റെ അച്ഛൻ അങ്ങനെയല്ല എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് യശശരീരനാണ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിട്ട് കൂടിയില്ല. എന്തായിരുന്നാലും ആ മാർഗത്തിൽ നടക്കാനല്ല പഠിപ്പിച്ചത്. ഇത്രേ പറയാനുള്ളൂ. ഫസ്മിന നന്നായിട്ട് ഇതുപോലെ പൈസ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഇനിയും ഒരുപാട് കാശുണ്ടാക്കി ഒരുപാട് കാലം മുന്നോട്ട് പോകും കേട്ടോ. നല്ലത് വരട്ടെ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്. ബൈ.